ബീഹാറിൽ നിന്ന് ലഭിക്കുന്ന ഒരു സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടിയെ അതും അതിക്രൂരമായി ബലാത്സംഗം ചെയ്തതിന് ശേഷം മഴ ഉപയോഗിച്ച് ആ കുട്ടിയെ കൊലപ്പെടുത്തി എന്നുള്ളൊരു വാർത്തയാണ്. നമ്മളെല്ലാവരും ആ ഒരു വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം, എന്താണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതും ഒരു പ്രായപൂർത്തിയാകാത്ത 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്കാണ് ഇത്തരത്തിലൊരു ക്രൂരമായ ഒരു സംഭവം. ആ കുട്ടിയാണ് എത്രമാത്രം ആ കുട്ടി ആ ഒരു വേദന സഹിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു സിറ്റുവേഷൻ നടന്നിരിക്കുന്നത് ബീഹാറിലാണ്. ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ ബീഹാറിൽ ഉണ്ടാവാനുള്ളൊരു പശ്ചാത്തലം എന്ന് പറയുന്നത്, വീട്ടിലെ മാതാപിതാക്കൾ പ്രാർത്ഥനയ്ക്കായി പോയതിന് ശേഷം കുട്ടി വീട്ടിലിരിക്കുന്ന സമയത്താണ് ആരാന്നറിയാത്ത കുറച്ച് പേര് അക്രമികൾ വന്നിട്ട് പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കുകയും അതിനുശേഷം മഴ ഉപയോഗിച്ച് ഈ കുട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത്. വീട്ടുകാരെ തിരിച്ചു വന്നതിന് ശേഷം കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. കാരണം അത്രയും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു പെൺകുട്ടി, ഒരു 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഫാമിലി തന്നെ, അതായത് പോകുമ്പോൾ മകളെ കണ്ടുപോയ ഒരു അച്ഛനും അമ്മയും തന്നെ തിരിച്ചു വരുമ്പോൾ മകളെ കാണുന്ന ഒരു അവസ്ഥ നമുക്കത് ചിന്തിക്കാൻ പോലും പറഞ്ഞതെങ്ങനെ മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ആ കുട്ടിക്ക് ഉണ്ടായതെന്ന്. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ലഹരിയുടെ മറവിലാണ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ സ്വഭാവത്തിലോ മറ്റൊന്നുമല്ല, ലഹരി ഉപയോഗിക്കുന്നതിലൂടെ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ, കേസുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ ഒരു കേസായിട്ടായിരിക്കും ഇതും വരാൻ പോകുന്നത്. ഇനി ഈ ഒരു കേസിലാണെങ്കിലും ഇതിന് ശേഷം പോലീസ് ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം പ്രായോഗികമാണ്, അല്ലെങ്കിൽ എത്രമാത്രം ഇതിനകത്ത് ഇനിയൊരു കേസിന് അന്വേഷണം നടന്നിട്ടും എന്താണ് അതിലൊരു നടപടി എടുത്തിട്ടും എന്താണ് കാര്യം? കാരണം ആ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായി എന്നുള്ളതാണ്. കാരണം അത്രമാത്രം സുരക്ഷിതമല്ല നമ്മുടെ രാജ്യം എന്ന് തന്നെ നമുക്ക് പറയാം. എത്ര ചെറിയ കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള അവസ്ഥകൾ സംഭവിക്കുന്നത്. പലതരത്തിലുള്ള വിമർശനങ്ങൾ വരാറുണ്ട്. സ്ത്രീകളുടെ വസ്ത്രധാരണയെ കുറിച്ചും മറ്റും എല്ലാ പരാമർശങ്ങളും സംഭവിക്കാറുണ്ട്. പക്ഷെ ചെറിയ കുട്ടികൾക്ക്, അതും പ്രായപൂർത്തിയാകാത്ത ചെറിയ കുട്ടികൾ വരെ ഇത്തരത്തിൽ ബലാത്സംഗത്തിന് ഇരയാകുന്നു. അതും യാതൊരു തരത്തിലുള്ള പ്രകോപനങ്ങളും ആ കുട്ടികളിൽ നിന്നോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള കേസുകളൊക്കെ ഇപ്പൊ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇങ്ങനൊരു സാഹചര്യം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം. നമുക്ക് പലപ്പോഴാണെങ്കിലും സ്ത്രീകളാണ് എപ്പോഴും കരുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളാണ് എപ്പോഴും സുരക്ഷിതരായിട്ട് അവരാണ് അവരെ തന്നെ ശ്രദ്ധിക്കണം. ഏത് രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും വസ്ത്രധാരണത്തിൽ വരുമ്പോഴും അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യത്തിൽ വരുമ്പോഴും പലവരും ഇന്നും സ്ത്രീകളെ കുറ്റപ്പെടുന്ന ഒരു നിലപാട് സ്വീകരിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്ത് മഴ കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ച് കൊല്ലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിലെന്ത് സ്ത്രീകൾക്കെതിരെയാണ് പറയാനുള്ളതല്ലേ? എനിക്ക് ഏതൊരു കേസ് വരുമ്പോഴും എപ്പോഴും പറയുന്നത് ആ ഒരു പെൺകുട്ടിയിൽ നിന്നും എന്തെങ്കിലും പ്രകോപനങ്ങളോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വസ്ത്രധാരണത്തിൽ എന്തെങ്കിലും പാകപ്പിഴയോ സംഭവിച്ചിട്ടുണ്ടാവും, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ നടക്കുന്ന കേസുകളൊക്കെ നമുക്ക് എടുത്തു നോക്കിയാൽ പറയാൻ പറ്റുന്നതാണ്, ഒരു തരത്തിലുള്ള പ്രായഭേദം ഒന്നുമില്ലാതെയാണ് പീഡനങ്ങൾ, ബലാത്സംഗങ്ങൾ എല്ലാം തന്നെ നടക്കുന്നത്. ഇപ്പോ പ്രായമായവരടക്കം പീഡിപ്പിക്കുന്ന ഒരു കാലമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പൊ ഈ ലഹരിയുടെ കാര്യം ഒന്ന് നമുക്ക് എടുത്ത് പറയാം. ലഹരിയുടെ പിന്നാമ്പുറത്ത് വെച്ചിട്ട് തന്നെയാണ് എല്ലാ തരത്തിലുള്ള ഇത്തരത്തിലുള്ള ക്രൂരതകളെല്ലാം തന്നെ നടക്കുന്നത്. ലഹരി ഒരു പ്രധാന വില്ലൻ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ അത് യുവാക്കളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും കുട്ടികളിലാണെങ്കിലും എല്ലാ പ്രായത്തിലുള്ള ആളുകളിലാണെങ്കിലും ഒരേപോലെ ഇത് ബാധിക്കുന്നത്. ലഹരി ഒരുപാട് സ്ഥലത്ത് നിന്ന് പിടികൂടുകയാണ്. കൂടുതലും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നാണ് ലഹരി പോലീസ് പിടികൂടുന്നത്. ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് മനസ്സിലാവും, ആ ഹോസ്റ്റലിലേക്ക് പോലീസുകാർക്ക് പോലും കയറി ചെല്ലാൻ ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഹോസ്റ്റല്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒരു കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മുടെ ഒരു കേരളത്തെ സംബന്ധിച്ചാണെങ്കിലും എത്രമാത്രമാണ് നമുക്കൊക്കെ ആദ്യം എന്ന് പറയുന്നത് ഒരു പോലീസ് എന്ന് പറയുമ്പോഴും ഒരു പേടി, ഒരു ബഹുമാനം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നേരെ തിരിച്ചായി. കാലങ്ങൾ ഒരുപാട് സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് പോലീസുകാരോട് ഒരു വിലയില്ലായ്മ അല്ലെങ്കിൽ ഒരു പേടിയില്ലായ്മയൊക്കെയാണ്. ഇപ്പൊ പോലീസുകാർ നേരെ തിരിച്ച് കുട്ടികളെയാണ് പേടിക്കുന്ന സാഹചര്യമാണ്. അവരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ സംഭവിക്കാം, എന്തൊക്കെ മുൻകരുതൽ എടുക്കണം എന്നുള്ളത് പോലീസിനാണ് ഒരു ഭയമായിരിക്കുന്നത്. അത്തരത്തിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും വന്നു പോകുന്നത്. മയക്കുമരുന്നിന്റെ കാര്യത്തിലാണെങ്കിലും MDMA പോലുള്ള ലഹരി വസ്തുക്കളുടെ കാര്യത്തിലാണെങ്കിലും ഒരു കുത്തൊഴുക്കാണ് കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ രീതിയിലും അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മക്കളെയോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇപ്പോഴത്തെ തലമുറ വളർന്നു പോവുകയാണ്.
ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വന്നത് ബീഹാറിലെ ഒരു പ്രശ്നമാണ്. ബീഹാറിൽ നടന്ന ഒരു അതിക്രൂരമായ ഒരു ബലാത്സംഗം എന്ന് തന്നെ പറയാം. ആ കുട്ടി ആ ഒരു ബലാത്സംഗത്തിന് ശേഷം ആ കുട്ടി മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബീഹാറിലെ മുഫാസിൽ പ്രദേശത്താണ് മുഹമ്മദ് ഫക്രുദ്ദീനിന്റെ 13 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് അജ്ഞാത സംഘമാണ് ക്രൂരമായിട്ട് ആക്രമിച്ച് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പെൺകുട്ടിയെയാണ് കുടുംബാംഗങ്ങൾ കാണേണ്ടി വന്നത്. പിന്നീട് ആ ഒരു ദൃശ്യം കണ്ടതിന് ശേഷം അവസ്ഥ അല്ലേ, ഫാമിലിയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. ബീഹാറിലാണെങ്കിലും ശരി, കേരളത്തിലാണെങ്കിലും ശരി, ഒരു ഫാമിലിയുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ കേരളത്തിലാണെങ്കിലും നമ്മൾ ഒരുപാട് അനേകം ഇതുപോലുള്ള കേസുകളോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലേക്ക് നിമിഷ നേരം മതി എല്ലാം മാറി മറിയാൻ വേണ്ടി ഇവിടേക്കാണെങ്കിലും. എന്നാൽ പോലും ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ അതിന് പിന്നിൽ എന്തായിരിക്കാം? അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് വീട് ആക്രമിച്ച് കയറാൻ മാത്രം അത്ര സിമ്പിളാണോ ബീഹാറിലെ ഗവൺമെൻറ് അല്ലെങ്കിൽ ബീഹാറിലെ കാര്യങ്ങൾ? നമുക്ക് എടുത്ത് പറഞ്ഞ ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള അനാസ്ഥ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഓരോ വീട്ടിലും നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ സുരക്ഷിതയല്ല എന്നുള്ളതിനാണ് ഒരു ഉദാഹരണമാണ് ഇതെല്ലാം. കാരണം ഒരിക്കലും നമുക്ക് നമ്മുടെ പെൺകുട്ടികളെ ആണെങ്കിലും ആരെയാണെങ്കിലും തനിച്ച് വീട്ടിൽ നിർത്തി പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ പോയിരിക്കുന്നത്. അപ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലം എന്നുള്ള നിലയ്ക്കാണ് ഓരോ കേസുകൾ വരുമ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് എന്നുള്ളത്, ഈ ഒരു കൃത്യം നിർവഹിച്ചത് ആരാണ് എന്നുള്ള കൃത്യമായ ഒരു നിഗമനത്തിൽ എത്തട്ടെ. അവർക്ക് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കട്ടെ. ശിക്ഷാ നടപടികളെല്ലാം മാറി മറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതുപോലുള്ള കേസുകൾ ഇനി വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ഭയം. ഇനിയെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ പലതവണ പറഞ്ഞിട്ടുണ്ടാവാം, എന്നാലും ഇനിയെങ്കിലും കുറച്ച് മുൻകരുതലുകൾ കൂടുതൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇങ്ങനെ നടപടികൾ എടുക്കുമ്പോൾ ഒരു ഭയം വരുന്ന രീതിയിലേക്ക് മാറണം അല്ലേ ചില വ്യവസ്ഥകൾ. അങ്ങനെ മാറട്ടെ എന്ന് നമുക്ക് പറയാം.